ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള ഒരു ട്യൂറ്ററിൻ്റെ കപ്പാസിറ്റൻസ്, അതായത് ഫിൽറ്റർ കപ്പാസിറ്റൻസ്, ക്രോസ് ഓവർ കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ വാല്യൂ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ വാല്യൂ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഇക്വേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ അത് അറിയാത്തവർക്ക്, അതായത് ഇത് അറിയാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേര് ഇത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചാണ് ഈ വീഡിയോ. കാരണം അത് പഠിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇക്വേഷൻ വെച്ചോ ഫോർമുല വെച്ചൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഈ വലിയ വലിയ വില കൂടിയ സോഫ്റ്റ്വെയർ ഒന്നും വാങ്ങി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യത്തിനാണ് ഈ ഒരു ചെറിയ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ മോശമില്ലാത്തൊരു റിസൾട്ട് കിട്ടീന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ ഒരു ചാർട്ട് ഉണ്ട്. ഇതുപോലെ ഈ ചാർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വാല്യൂ കപ്പാസിറ്റൻസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര വേണ്ട, ഏതൊക്കെ ഓംസിൽ ഇടുന്ന, ഏതൊക്കെ സ്പീക്കർ, ട്യൂട്ടറിൻ്റെ ഓംസ് ഏതാണ്, അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഈ ചാർട്ട് നോക്കിയിട്ടാലും ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെക്ക് ചെയ്തില്ല ചാർട്ട്, ഞാൻ ഈ കാൽക്കുലേറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് വലിയ മോശം തോന്നിയില്ല. അപ്പോൾ ചാർട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വാല്യൂ കയ്യിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതും വളരെ സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് മതി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു അഹൂജയുടെ ട്യൂട്ടറാണ്, 8 ohms ട്യൂട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നത് ഇതിനകത്ത് 150 വാട്ട് 8 ohmsൽ. അപ്പോൾ ഫ്രീക്വൻസി റേഞ്ചിൽ കാണിക്കുന്നത് 1800 മുതൽ 20,000 വരെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആ 1800 ആ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ആ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ കാൽക്കുലേറ്റർ നമുക്ക് ആ ഫ്രീക്വൻസി ഇക്വേഷൻ വെച്ചിട്ടുള്ളത്, ഫോർമുല വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫോർമുല. ഫോർമുല എന്താണെന്ന് വെച്ചാൽ FC = 1/2πRC. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടേണ്ടത് ഈ കപ്പാസിറ്റൻസ് ആണ്. ഇതിൽ FC നമുക്കറിയാം, 2π എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം, റെസിസ്റ്റൻസ്, ഓംസ്, ഇംപെഡൻസ് നമുക്കറിയാം. ഈ 1 എന്നുള്ളത് ഫാരഡാണ്. എത്ര ഫാരഡാണ് എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് മൈക്രോ ഫാരഡാണ് വെക്കാനുള്ളത്. അപ്പോൾ ഈ ഫാരഡ് നമ്മൾ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ FC = 1/2 × 22/7. അതാണ് ഈ പൈ എന്ന് ഉദ്ദേശിക്കുന്നത് 22/7 ആണ്. ഇൻറ്റു R, അതായത് ഓംസ് എത്രയാണ്. നമുക്കിപ്പോൾ 8 ohms ആണ് നമ്മളെ ട്യൂട്ടറിന് വെക്കുക. അപ്പോൾ 8 അത് ഇൻറ്റു ആ കപ്പാസിറ്റൻസ് എന്നുള്ള ആ ഒരു ലെവലിൽ വരെ ഈ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. എത്ര കപ്പാസിറ്റൻസ് അവിടെ വേണം. അപ്പോൾ ആ കപ്പാസിറ്റൻസ് കിട്ടാൻ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് C ആണ് കിട്ടേണ്ടത്. അപ്പോൾ C കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ /7 ഉള്ളത് നമുക്ക് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 1 ഫാരഡ് എന്നുള്ളത് ഒരു 10 ലക്ഷം മൈക്രോ ഫാരഡാണ്. 10 ലക്ഷം മൈക്രോ ഫാരഡാണ്. അപ്പോൾ അത് ഈ 7 മേലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ 7 ഇൻറ്റു ഈ പറഞ്ഞ ഈ സംഭവം, അതായത് 7 lakh വരും. അതായത് 70 lakhs വരും. ബൈ 7 ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ളത് 2 × 22 × 8. FC എന്താ ഇവിടെ ഇനിയിപ്പോൾ FC ഇങ്ങോട്ട് വന്നു. അപ്പോൾ FC എന്താ വെച്ചാൽ നമുക്ക് ഈ ട്യൂട്ടറിന് മുകളിലുള്ളത് 1800 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമുക്ക് വേണ്ട കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 11.0479 അങ്ങനെയുള്ള കുറച്ച് വാല്യൂ ആണ്. ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മൈക്രോ ഫാരഡ്, അതായത് UF. അപ്പോൾ ഇത്രയും മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് 11 എന്ന് ഉദ്ദേശിക്കുക, 11.0 ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് 11 12 ആ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഇതിന് ഉപയോഗിക്കാം. 11 UF കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഒരു 12 UF കപ്പാസിറ്റർ, അല്ലെങ്കിൽ 15. പക്ഷേ 15 ഇടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് 10-ൻ്റെയും 12-ൻ്റെയും ഇടയിലുള്ള ഒരു കപ്പാസിറ്റൻസ് നമുക്ക് ഈ 1800 ഫ്രീക്വൻസി കട്ട് ഓഫ് ഉള്ള ആ ഒരു ട്യൂട്ടറിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ആ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്, ഏത് നമ്മൾ കാൽക്കുലേറ്ററിൽ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ ക്രോസ് ഓവർ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് കപ്പാസിറ്റർ വേണമെങ്കിൽ കപ്പാസിറ്റർ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യാം, അതായത് ഇൻഡക്ടർ അടക്കം. ഇപ്പോൾ കപ്പാസിറ്റൻസ് വേണമെങ്കിൽ നമ്മളിവിടെ ട്യൂട്ടറിൻ്റെ ഇംപെഡൻസ് മാത്രം അടിച്ചു കൊടുക്കുക, ക്രോസ് ഓവർ ഫ്രീക്വൻസി അടിച്ചു കൊടുക്കുക. ജസ്റ്റ് താഴാക്കിയാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വാല്യൂ കാണാം. ഈ സെയിം വാല്യൂ തന്നെയാണ് നമ്മളിവിടെ ഈ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ ഉപയോഗിക്കാം. ഈ ഒരു സംഭവം നിലവിൽ ഒരു ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടാനുള്ളൂ. അപ്പോൾ ഇതുപോലെ അല്ലാതെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ നടത്താം. പക്ഷേ അത് നമ്മൾ സാധാരണക്കാരന് അത്രക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ വളരെ നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതെങ്കിലും കപ്പാസിറ്റൻസ്, അതായത് ട്യൂട്ടർ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള കപ്പാസിറ്റർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് മാറ്റിയിട്ട് വാല്യൂ വെച്ചിട്ട് മാറ്റിയിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണോ നോക്കാം. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ സംഗതി മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന്. അപ്പോൾ അതിൽ കാൽക്കുലേഷനിൽ കിട്ടിയത് 11 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററാണ്. അപ്പോൾ 11 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞതിലേക്ക് നമുക്ക് വാല്യൂ എത്തിക്കാനൊക്കെ പറ്റും. നമുക്ക് സീരീസ് ചെയ്തൊക്കെ എത്തിക്കാം.
നമുക്ക് പാരലൽ ചെയ്ത് എത്തിക്കാം, സെയിം വാല്യൂ ഫ്രീക്വൻസി ആക്കി എടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളെ സപ്ലൈ വോൾട്ടേജ് എങ്കിലും മിനിമം നമ്മൾ ശ്രദ്ധിക്കണം. ആ സപ്ലൈ വോൾട്ടേജ് ഇപ്പോൾ 35 വോൾട്ടാണെന്ന് വിചാരിക്കുക. മാക്സിമം അതിനകത്ത് വരുന്ന വോൾട്ടേജ് 35 വോൾട്ടാണെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ വോൾട്ടേജ് റേറ്റിംഗ് മിനിമം അതായിരിക്കണം. മിനിമം ശരിക്കും അതിൻ്റെയും ഡബിൾ വേണം എന്നാണ് ശരിക്കും അതിൻ്റെ റെക്കമെൻഡേഷൻ. 35 വോൾട്ട് ആണെങ്കിൽ 70 വോൾട്ട് 63 വോൾട്ട് ആ റേഞ്ചിലുള്ള കപ്പാസിറ്റർ എടുക്കുക. അപ്പോൾ ഇതിൽ ഈ ട്യൂട്ടറിന് വേണ്ടി കപ്പാസിറ്റർ കാൽക്കുലേറ്റ് ചെയ്തതിൽ ഞാനിവിടെ ഒരു 250 വോൾട്ട് ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിൽ കണക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാം. സെയിം കാൽക്കുലേഷനിൽ എടുത്ത ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഞാൻ അത് 250 വോൾട്ടിലാണ്. 11 മൈക്രോഫാരഡ് കിട്ടുന്ന റേഞ്ചിലുള്ള ഒരു കപ്പാസിറ്റർ. എനിക്ക് അതിനോട് സ്യൂട്ടബിൾ ആയ റേഞ്ചിലുള്ള കപ്പാസിറ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഈ ട്യൂട്ടർ ഉണ്ടല്ലോ, ഈ അഹൂജയുടെ വാങ്ങിയ ട്യൂട്ടർ കൊടുക്കാനുള്ളത് ഈ സ്പീക്കറിലേക്കാണ്. നമ്മളൊരു 15 ഇഞ്ച് ട്രോളി ടൈപ്പ് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു മാച്ചിങ് ആയിട്ട് വാങ്ങിയതാണ് ഈ ഒരു 15 ഇഞ്ച് സ്പീക്കറും ഈ ട്യൂട്ടറും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇതിൻ്റെ ആ മേക്കിംഗ് തീരുമാനിച്ചത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു നല്ല ക്വാളിറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഒരു വിലയിൽ ഒതുങ്ങണം, ക്വാളിറ്റിയിലും കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് അഹൂജ പോയെടുത്തത്. അപ്പോൾ സംഭവം ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലക്കുള്ളതാണ് സംഭവം. അതായത് വലിയ വില കൂടിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്, നല്ല നല്ല വില കൂടിയ ചിലവ് കൂടിയ എഞ്ചിനീയർമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ടും പെർഫെക്റ്റ് ആയിട്ടോ ചിലപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഏത് വേണമെന്ന് തീരുമാനം എടുത്താൽ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാതെ അങ്ങനെയുള്ള എഞ്ചിനീയർമാരെയൊന്നും ആ കമ്പനികൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ഇതേ നോക്കി ചെയ്താൽ മതിയല്ലോ ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ഇതൊരു വഴി എന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക സ്വന്തമായിട്ട്. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി തോന്നിയാൽ അത് ഇതിൽ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ താഴെ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.